കർണാടകയിലെ ഷിരൂരിൽ നിന്ന് നമ്മൾ കാത്തിരുന്ന ആശ്വാസ വാർത്ത ഇന്നും വന്നില്ല. അർജുനെ കണ്ടെത്താൻ 8ാം ദിനത്തിലെ തെരച്ചിൽ ഫോക്കസ് ചെയ്തത് ഗംഗാവാലി നദിയിലേക്കായിരുന്നു. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ, നദിയിലെ കുത്തൊഴുക്ക്, സാങ്കേതിക സംവിധാനങ്ങളുടെ അപര്യാപ്തത, അങ്ങനെ ഇപ്പോഴും ഒരുപാട് വെല്ലുവിളികൾ ആ രക്ഷാദൗത്യത്തിൽ നേരിടുന്നുണ്ട്. പുഴയിലെ മൺകൂനകളിൽ പരിശോധന നടത്താൻ വൻ സാങ്കേതിക സൗകര്യമുള്ള യന്ത്രം കൂടി മേഖലയിലേക്ക് എത്താൻ പോകുന്നു. പ്രതീക്ഷ കൈവിടാതെ അർജുന എല്ലാവരും കാത്തിരിക്കുകയാണ്. അർജുനെ കാത്ത് നാട്. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടി ഗംഗാവാലി പുഴയിലെ തെരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ശക്തമായ അടിയൊഴുക്കാണ് പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഒപ്പം ഇടയ്ക്കിടെയുള്ള മോശം കാലാവസ്ഥ, മഴ വീണ്ടും ശക്തമാകുന്ന സാഹചര്യം, ഇതൊക്കെ വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. വിഷയം അതീവ ഗൗരവമുള്ളതെന്ന് നിരീക്ഷിച്ച കർണാടക ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ കോടതിയെ അറിയിച്ചു. അതേസമയം ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയാത്തത് പ്രതികൂല കാലാവസ്ഥ കൊണ്ടാണെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ആദ്യം. Not dredger. This is a long boom. 60 feet of boom. She can scrap like this. It will stand on the bank of the river where the tea stall was there. Okay? And from there it will go up to 60 feet to the water and it will scratch. Okay? It will scratch like this, and once it is scratched, if we are getting even a single wood piece, then it is confirmed. Signal, yeah. Okay, or else something we will get something else also, it is confirmed. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഹാഷ്മി, രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നതിനിടയിൽ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. നേരത്തെ ഹാഷ്മി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ വലിയ മൺകൂന, അതിൽ നടത്തുന്ന തിരച്ചിൽ, അതിനുള്ള വെല്ലുവിളികൾ. ഇപ്പോഴിതാ പുതിയൊരു യന്ത്രം കൂടി എത്തിക്കാൻ പോകുന്നു. MLA അത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം നിലയിൽ തന്നെ അത് അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 60 അടി നീളമുള്ള കൈയുള്ള യന്ത്രം, അതുപയോഗിച്ചുള്ള പരിശോധന പ്രതീക്ഷ നൽകുന്നുണ്ടോ? എപ്പോഴേക്ക് ആ യന്ത്രം എത്തും? ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഹാഷ്മി? റീജിത്ത്, 8ാം നാളും നമ്മുടെ ഒരു കൂടപ്പറപ്പ് മണ്ണിനടിയിലോ പുഴയിൽ എവിടെയോ പോയിട്ട് തിരോധാനപ്പെട്ടിട്ട് കാണാതാവുന്ന, അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന നൽകാൻ കഴിയാത്ത നിരാശയിൽ നിൽക്കുന്ന 8ാമത് ദിവസമാണ്. 8ാം നാളത്തെയും തെരച്ചിൽ ഇന്നലെയും മിനിഞ്ഞാൽ നമുക്ക് 8 മണി, 8:15, 9 മണി വരെയൊക്കെ ആ തെരച്ചിൽ തുടർന്നെങ്കിൽ ഇന്നിപ്പോൾ 6:15 ആയപ്പോഴേക്കും തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന അറിയിപ്പാണ് വന്നത്. അത് ഗംഗാവാലി പുഴയിലെ പ്രത്യേക സാഹചര്യം തന്നെയാണ് ഇന്നത്തെ തെരച്ചിൽ അത്ര നേരത്തെ അവസാനിപ്പിക്കാനുള്ള കാരണം. കടുത്ത ഒഴുക്കാണ് എന്ന് പറഞ്ഞാൽ, അവർ പറയുന്നത് ശക്തമായ അണ്ടർ കറന്റ് എന്ന വാക്കാണ് പ്രയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ പെരുമഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. ആ മഴ പെയ്യുന്തോറും ഈ മലകളിൽ നിന്നുള്ള, കാടിൽ നിന്നുള്ള വെള്ളം മൊത്തം ഗംഗാവാലിയിലേക്ക് വീണ്ടും ഒലിച്ചിറങ്ങും. അല്ലെങ്കിൽ തന്നെ അത് വിസ്തൃതിയിൽ ഇങ്ങനെ ഒഴുകുന്ന നദിയാണ് ഗംഗാവാലി. എല്ലാ തവണയും അത് കരകവിഞ്ഞൊഴുകുന്ന നദിയാണ്. ഒരുപാട് വെള്ളം കൂടി എത്തുമ്പോഴേക്കും അടിയൊഴുക്ക് വല്ലാതെ കൂടുന്നു. മാത്രമല്ല, പ്രത്യേകിച്ച് ആ മേഖല അഴിമുഖത്തോട് ചേർന്ന മേഖലയാണ്. അവിടെ ഗോകർണത്ത് അത് കടലിനോട് ചേരുന്ന ഒരു മേഖല കൂടിയാണ്, അഴിമുഖമാണ്, ആഴമുണ്ട്. അപ്പോൾ അത്രയും അടിയൊഴുക്കുണ്ട്. അപ്പോൾ നേവി ഡൈവർ സംഘത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യക്ഷമമായ പ്രവർത്തനം ഇന്ന് കാഴ്ചവെക്കാൻ കഴിയാത്തതിന് കാരണം ഈ കടുത്ത അടിയൊഴുക്കാണ്. റീജിത്ത്, സോണാർ എന്ന് പറയുന്ന ഈ സംവിധാനം ഉപയോഗിച്ചാണ്, നമ്മൾ രാവിലെ മുതൽ പറയുന്നതാണ്, സോണാർ എന്ന സംവിധാനം ഉപയോഗിച്ചാണ് തെരച്ചിൽ. സോണാർ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഗ്രാഫിക് ഇമേജ് ആണ് കിട്ടുക. അത് അനലൈസ് ചെയ്തതിനു ശേഷം ഈ റിവർ ബെഡിലെ കിടക്കുന്ന, അല്ലെങ്കിൽ പുഴയുടെ അടിത്തട്ടിൽ കിടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവത്തെ ഈ സോണാർ സംവിധാനം അത് മനസ്സിലാക്കുന്നു. അതൊരു ഗ്രാഫിക്കൽ രൂപത്തിലാണ് അതിന്റെ റിസൾട്ട്, ഡേറ്റ കിട്ടുക. ആ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് അതിന്റെ കൂടുതൽ വിശകലനത്തിനായി ഒരു ഡൈവറെ അയക്കുക എന്നുള്ളതാണ് രീതി. പക്ഷേ അത്തരത്തിൽ കിട്ടുന്ന ഡേറ്റകൾ വിശകലനം ചെയ്യാൻ നേവിയുടെ ഡൈവർ സംഘത്തിന് അതിനകത്തേക്ക് കടക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രശ്നമുണ്ട്. മാത്രമല്ല, അങ്ങോട്ടേക്ക് കടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് അവരുടെ തന്നെ ജീവന് കൂടി വെല്ലുവിളിയാവുന്ന തരത്തിലേക്ക് അത്രത്തോളം ഒഴുക്ക് വരുന്നു. അവർ തന്നെ പറയുന്നത്, ഇവിടെ ചാടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഡൈവ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് നേരെ താഴെയാണ് വെക്കുകയാണെങ്കിൽ ഒരു 20 മീറ്റർ 30 മീറ്റർ അകലേക്ക് മാത്രമാണ് ആ ഡൈവറിന് അവിടെ ലാൻഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ.
താഴെത്തട്ടിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്ക് നമ്മൾ ഉദ്ദേശിച്ച ഫലം കാണാതെ വരുന്നു. അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അല്ലെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ പറയുന്നു, ഈ ഗംഗാവാലി പുഴയിൽ നടക്കുന്ന പരിശോധന ഈ കരയിൽ നടക്കുന്ന പരിശോധനയുടെ 10 മടങ്ങ് എഫർട്ട് ആവശ്യമുള്ള പരിശോധനയാണ്. അതിന് ഏതെങ്കിലും ഒരു സോണാറോ ഏതെങ്കിലും കുറച്ച് ഡൈവർ സംഘത്തെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടുന്ന ഒന്നല്ല. അതിന് വലിയ യന്ത്ര സംവിധാനങ്ങൾ, വലിയ സാങ്കേതിക സംവിധാനങ്ങൾ ആവശ്യമാണ്. അവിടെയാണ് ഇവിടുത്തെ കാർവാർ MLA സതീഷ് ചന്ദ്ര സെയിൽ പറഞ്ഞ ആ മെഷീന്റെ പ്രസക്തി. അദ്ദേഹം നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ MLA കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. റീത്ത് ഇവിടെ അർജുന്റെ കോസിനൊപ്പം നമുക്കൊപ്പം എപ്പോഴും MLA ആണ് സെയിൽ. എല്ലാ തവണയും 4-5 തവണ വരുന്നതാണ്. ഇന്നിപ്പോൾ അദ്ദേഹം രാവിലെ മുതൽ വന്നിരുന്നില്ല. വൈകിട്ട് വരുമ്പോൾ എന്തുകൊണ്ട് വന്നില്ല എന്ന ചോദ്യത്തിനാണ് ഈ ഉപകരണം സംഘടിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ അത് 60 അടി നീളമുള്ള ഒരു ബൂമുള്ള ഒരു വലിയ പ്രൊക്ലൈനറാണ്. അതിന്റെ കൃത്യമായ പേരെന്താണെന്ന് അറിയില്ല. പക്ഷേ 60 എന്ന് പറഞ്ഞാൽ കരയിൽ നിന്നുകൊണ്ട് 60 അടിയിലേക്ക് പോയി ഈ മണ്ണുമാന്തി യന്ത്രം അല്ലെങ്കിൽ ഇതിന്റെ ബക്കറ്റ് കൊണ്ട് ഒരു പരിശോധന നടത്താൻ കഴിയുന്ന, പുഴയുടെ ആഴത്തിലേക്ക് പരിശോധന നടത്താൻ കഴിയുന്ന ഒരു വലിയ തരം അഡ്വാൻസ്ഡ് പ്രൊക്ലൈനർ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ പ്രസക്തി വരുന്നത് പുഴയുടെ നടുക്ക് വലിയ മൺകൂനയുണ്ട്. ആ മൺകൂന അടുത്ത് നിന്ന് 40 അടി ദൂരത്തിൽ ഒരു സിഗ്നൽ നമുക്ക് കിട്ടിയിരുന്നു. ഈ മൺകൂനിൽ എവിടെയെങ്കിലും ലോറി ഉണ്ടോ എന്ന പരിശോധനയ്ക്ക് ആ ഉപകരണം ഉറപ്പായും സഹായകരമാകും. അത് വരുമ്പോൾ തന്നെ ഉണ്ടാകുന്ന പ്രശ്നം, ഇവിടുത്തെ മണ്ണാകെ ഇങ്ങനെ ഫ്രജൈലായി ദുർബലമായി നിൽക്കുകയാണ്. ഇത് വലിയ ഭാരമുള്ള ഒരു യന്ത്രമാണ്. അത് ഇതിന്റെ ഈ പുഴക്കരയിൽ കൊണ്ട് ഫിക്സ് ചെയ്യാൻ കഴിയുമോ എന്ന ചില ആശങ്ക ചില ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നു. അത് നാളെ വന്നാൽ മാത്രമേ, അത് ഇന്ന് രാത്രി 12 വരാൻ പോകുന്നു. അത് നാളെ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മാത്രമേ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഏതാണ്ട് കര കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ അർജുന് വേണ്ടിയും അല്ലെങ്കിൽ ലോറിക്ക് വേണ്ടിയും നടത്തുന്ന തെരച്ചിൽ പൂർണ്ണമായി അവസാനിച്ചു. ഇപ്പോൾ അവിടെ നടക്കുന്നത് ആ റോഡിലെ മണ്ണ് മാറ്റി ഇവിടുത്തെ ഗതാഗതം സുഗമമാക്കാനുള്ള ഒരു മാർഗ്ഗം മാത്രമാണ് നടക്കുന്നത്. ഇന്ന് രാത്രിയോ നാളെയോ കൊണ്ട് ആ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ള തീവ്ര പരിശ്രമം നടക്കുന്നു. കാര്യം ഇവിടുത്തെ ലോറി ഡ്രൈവർ ഓണേഴ്സ് ഒക്കെ വലിയ പ്രതിഷേധം വെക്കുന്നുണ്ട്. അപ്പോൾ ആ റോഡ് തുറന്നു കൊടുക്കുക എന്നുള്ളത് അവരുടെ അല്ലെങ്കിൽ ആദ്യ പ്രയോറിറ്റിയാണ്. അപ്പോൾ അത് മാത്രമാണ് കരകേന്ദ്രീകരിച്ച പ്രവർത്തനം. അല്ലാതെ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഏതാണ്ട് അത് പൂർണ്ണമായി കരകേന്ദ്രീകരിച്ച് അവസാനിച്ചു. അത് ഗംഗാവാലിയിൽ മാത്രം ഒഴുകുന്നു. അതിനിടയിൽ വരുന്ന ഒരു ശുഭവാർത്തയാണ്. കർണാടക ഹൈക്കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മലയാളി കൊടുത്ത ഹർജി പരിഗണിച്ചിരുന്നു. കർണാടക ഹൈക്കോടതി അതിനെ ഗൗരവമായി തന്നെ കണക്കാക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു എന്ന് അറിയിക്കാൻ. അതിൽ കർണാടക നോട്ടീസിന് മറുപടി നൽകിയിരിക്കുന്നു. ഇനി കേന്ദ്രം നൽകേണ്ടതുണ്ട്. വീണ്ടും ഹർജി പരിഗണിക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു കോടതിയുടെ മേൽനോട്ടം വരുന്നു എന്നുള്ളത് എല്ലാ കാലവും എപ്പോഴും അത് ശുഭോദർക്കമാണ്. കാര്യങ്ങൾ കൂടുതൽ ത്വരിതപ്പെടാൻ. അതൊക്കെയാണ് അരുൺ പൂപ്പറമ്പ് വിളിച്ചിരുന്നു. അരുൺ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു 4-5 മഴ പെയ്തു. അതെല്ലാം പെരുമഴയാണ്, വലിയ കാറ്റാണ്. അപ്പോൾ ഇന്നത്തെ രക്ഷാപ്രവർത്തനം നേരത്തെ അവസാനിപ്പിച്ചതിൽ നാവികസേനയും ഏതെങ്കിലും തരത്തിൽ പഴിക്കാവതല്ല അല്ലേ? ഇന്ന് കനത്ത മഴയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗംഗാവലി പുഴയിലെ തെരച്ചിൽ അതീവ ദുഷ്കരമാണ് എന്ന് നേവി തന്നെ സമ്മതിക്കുകയാണ്. നേവിയുടെ വിദഗ്ധ സംഘമാണ്, അതിലൊന്നും ഒരു സംശയവുമില്ല. ഇതിനേക്കാൾ ദുഷ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പുഴകളിലും നദികളിലെല്ലാം ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളും ദൗത്യങ്ങളും ഏറ്റെടുത്ത അത്തരത്തിലുള്ള സംഘത്തിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് ഇവിടെ എത്തിയത്. അവർ ഇതിൽ മുങ്ങൽ വിദഗ്ധരുണ്ട്. അതോടൊപ്പം തന്നെ ഈ സോണാർ ഉപയോഗിച്ചുള്ള അടിത്തട്ടിലെ പരിശോധന, 2 തരത്തിലാണ് ഇവർ ഇന്ന് തെരച്ചിൽ ക്രമീകരിച്ചിരുന്നത്. ഈ മുങ്ങൽ വിദഗ്ധർ പറഞ്ഞത് നേരത്തെ ഹാഷ്മി തന്നെ സൂചിപ്പിച്ചു, ഈ അടിയൊഴുക്ക് അവർക്ക് അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ വലിയ പ്രയാസമുണ്ടാകുന്നു എന്നതാണ്. ഈ ഡൈവ് ചെയ്യുമ്പോൾ 10 മീറ്റർ 20 മീറ്റർ അപ്പുറത്തേക്ക് വെർട്ടിക്കലായി മാറിപ്പോകുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത്രത്തോളം അടിയൊഴുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുഴയിലെ വലിയ മൺതിട്ടകൾ, ആ മൺതിട്ടകൾ നീക്കം ചെയ്യാതെ എന്തെങ്കിലും ഒരു തെരച്ചിൽ പ്രായോഗികമാവുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഇന്നെന്തായാലും നേവി അത്തരത്തിൽ ഇത് നീക്കം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇത് നീക്കി ഇത് തുറന്നുകൊണ്ട് എന്തെങ്കിലും ഒരു പരിശോധന നടത്തുന്ന നടപടിയിലേക്ക് ഇന്ന് കടന്നിട്ടില്ല. എനിക്കൊന്ന് നേവി ഇന്ന് നോക്കിയത് ഈ പുഴയുടെ ഘടന, ഒഴുക്കിന്റെ അവസ്ഥ, ഏത് രീതിയിലുള്ള തുടർ രക്ഷാപ്രവർത്തനം സാധ്യമാകും എന്നതിലൊരു പ്രാഥമിക പരിശോധന അല്ലേ നേവി യഥാർത്ഥത്തിൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതായത് ഈ പുഴയുടെ ഘടന നേവി ഇപ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് അവരിൽ നിന്ന് പല പ്രതികരണങ്ങൾ ലഭിക്കുമ്പോൾ അവർ പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ വളരെ നേരത്തെയാണ് അവരുടെ ഈ തെരച്ചിൽ നിർത്തിയത്. അതിനു കാരണമായി അവർ പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയുണ്ട്, ഓരോ നിമിഷവും ഈ അടിയൊഴുക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു, പിന്നെ ഇതിന്റെ അടിത്തട്ടിൽ വളരെ ക്ലാരിറ്റി കുറവാണ്. അവർക്ക് ഇത് മുങ്ങി എന്തെങ്കിലും ഒരു നിരീക്ഷിക്കാൻ പാകത്തിലുള്ള ഒരു സ്ഥിതിയല്ല നിലവിൽ ഈ സീറോ വിസിബിലിറ്റി എന്ന് തന്നെ പറയുകയാണ്. സീറോ വിസിബിലിറ്റി, ഒന്നും കാണാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. അതെ, സീറോ വിസിബിലിറ്റി തന്നെയാണ് പറയുന്നത്. അത്രത്തോളം ഈ ഗംഗാവലിയുടെ അടിത്തട്ട് ഈ ക്ലാരിറ്റി ഇല്ലാതെ കിടക്കുകയാണ്. അതിനപ്പുറത്തേക്കാണ് വലിയ മൺകൂനകളാണ്. ഒരു സമാന്തര മല കണക്കെ ഈ അടിത്തട്ടിൽ, ഗംഗാവലിയുടെ അടിത്തട്ടിൽ ഈ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ മണ്ണ് കിടക്കുകയാണ്. ഇതെല്ലാം മറികടന്ന് നേവി ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ അതിനെ
അടിത്തട്ടിലുള്ള കൂടുതൽ ആഴത്തിലുള്ള പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ നാളെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ സ്ഥലം കാർവാർ MLA ഉൾപ്പെടെ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് പ്രതികരിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും അത്തരം സംവിധാനങ്ങൾ എത്തിച്ചാൽ മാത്രമേ ഈ കൃത്യമായ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു പുരോഗതി ഉണ്ടാകൂ. നിലവിൽ ഇന്നത്തെ 8ാം ദിനത്തിലെ തെരച്ചിലും രക്ഷാപ്രവർത്തനവും വിഫലമാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സൈന്യം ഇവിടെ തുടരുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് സംശയമാണ്. അവരും ഇതിനൊരു സംയുക്തമായ ഒരു തെരച്ചിൽ രീതി ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് സൈന്യത്തിന്റെ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പ്ലാനോ സ്ട്രാറ്റജിയോ അവരെ സംബന്ധിച്ച് നിലവിലില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ എന്തായാലും കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. നേവിയുടെ കൂടുതൽ തെരച്ചിൽ രീതി ഒരു സംവിധാനം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നാളത്തേനായി നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം. അപ്പോൾ റീത്ത്, അതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആകാശ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വലിയ ഒരു മൺകൂനയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 30 അടി നികന്ന ഒരു 5 മീറ്റർ ഉയരത്തിൽ നിന്ന് മൺകൂന, അങ്ങനെ 2 മൺകൂനകളുണ്ട്. അതല്ലാത്ത ഒരുപാട് കൂനകൾ ഈ നദിക്കടിയിൽ എന്ന് പറഞ്ഞാൽ നദിയുടെ മുകൾ പരക്കിലേക്ക് പൊങ്ങി വരാത്ത രീതിയിൽ നദിക്കടിയിൽ രൂപപ്പെട്ട് നിൽക്കുന്നു. മാത്രമല്ല ഇടയ്ക്കിടെ ഓരോ മൺതിട്ടകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ താഴേന്നേ മണ്ണ് നികന്ന് കയറി വരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഈ പുഴക്കടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണിന്റെ എമൗണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയ എമൗണ്ട് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 2-3 മാമലകൾ ഈ പുഴയ്ക്ക് അകത്തുണ്ടായിരിക്കുന്നു. അപ്പോൾ ഇതിനിടെ എവിടെയെങ്കിലും ലോറി ഇങ്ങനെ പൂണ്ട് പൊതഞ്ഞിരിപ്പുണ്ടോ, ആണ്ടിരിപ്പുണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് വലിയ വെയിറ്റുള്ള ലോറിയാണ്, ആണ്ടിരിപ്പുണ്ടോ എന്നറിയണമെങ്കിൽ മണ്ണ് മാറ്റിയുള്ള പരിശോധന മാത്രമേ നടക്കൂ. ഡ്രഡ്ജർ ആണ് അതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത്. ഡ്രഡ്ജർ കൊണ്ടുവരാതിരിക്കാൻ കാരണമായി MLA പറഞ്ഞത് കാലാവസ്ഥ വളരെ റഫാണ്. അഥവാ കൊണ്ടുവരികയാണെങ്കിലും ഗോവയിൽ നിന്നോ അല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്നോ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ 2 സൈഡുകളിലും കടൽ പ്രക്ഷുബ്ധമാണ്, അവിടുത്തെ പുഴകൾ പ്രക്ഷുബ്ധമാണ്, ഇങ്ങോട്ടേക്ക് ഇറക്കാനുള്ള കാലാവസ്ഥ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിനെ ആ കുറവ് താൽക്കാലികമായി MLA അദ്ദേഹത്തിന്റെ മുൻകൈയിലെടുത്ത ഈ ഉപകരണം എന്ന് പറഞ്ഞാൽ തോർക്കണം, ഇത് MLA അദ്ദേഹത്തിന്റെ മാത്രം മുൻകൈയിൽ, എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ മാത്രം മുൻകൈയിൽ എടുത്തുകൊണ്ടുവരുന്ന ഒരു ഉപകരണമാണ്. ആ ഉപകരണം ഈ പറഞ്ഞ ഡ്രഡ്ജറിന് ഏതെങ്കിലും തരത്തിൽ ഒന്ന് ബൈസ്റ്റാൻഡർ ആകുമോ എന്ന് നാളെ മാത്രമേ അറിയുകയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന സോണാർ കൊണ്ടോ അല്ലെങ്കിൽ നേവി ഡൈവർമാരെ കൊണ്ടോ തൽക്കാലം ഈ ഗംഗാവാലി പുഴയിലെ പരിശോധന എന്തായാലും പൂർണ്ണമാവില്ല. അതിന് ഇതുപോലെയുള്ള മെഗാ യന്ത്ര സജ്ജീകരണങ്ങൾ വന്നേ മതിയാകൂ. നാളെ മുതൽ വന്നു തുടങ്ങുമെന്ന് കരുതാം. എന്തായാലും 8ാം നാളും നമുക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷകളില്ല. ഇനി പ്രതീക്ഷയോടെ എന്തെങ്കിലും സൂചനകൾക്കായി നാളെയിലേക്ക് 9ാം നാളിലേക്ക്. റിജിത്ത്, 8ാം ദിവസത്തെ തെരച്ചിലും അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടി ഗംഗാവലി പുഴയിലെ തെരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ശക്തമായ അടിയൊഴുക്ക് പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്, പ്രതികൂല കാലാവസ്ഥ പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം വലിയ മൺകൂന, പുഴയിൽ നിലവിലുള്ള വലിയ മൺകൂന, അതിനകത്ത് പരിശോധന നടത്തുക എന്നുള്ളത് വെല്ലുവിളി തന്നെയാണ്. അവിടേക്കാണ് പുതിയൊരു യന്ത്രം കൂടി നാളെ എത്താൻ പോകുന്നത്. കരയിൽ നിന്നുകൊണ്ട് തന്നെ ആ മൺകൂനയിൽ പരിശോധന നടത്താൻ കഴിയുന്ന 60 അടി ദൂരത്തിൽ പരിശോധന നടത്താൻ കഴിയുന്ന ആ യന്ത്രം, അത് കാർവാർ MLA നേതൃത്വത്തിൽ അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. നാളെയോടുകൂടി ആ യന്ത്രം എത്തും എന്നാണ് കരുതുന്നത്. അത് 9ാം ദിനത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ നമുക്ക് നൽകുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അരുൺ പാറയ്ക്കൽ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ പുഴയുടെ മറുകരയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അരുൺ, ഈ അപകടത്തിന് പിന്നാലെ മറുകരയിലുണ്ടായ നാശനഷ്ടങ്ങൾ, വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, ഇന്നൊരു മൃതദേഹം കൂടി കണ്ടെത്തുന്ന സാഹചര്യം, ഇതൊക്കെ നേരത്തെ അരുൺ പാറയ്ക്കൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കർണാടക ഹൈക്കോടതിയിലും വിഷയമെത്തി, കേന്ദ്രത്തിന് നോട്ടീസ് നൽകുന്ന നടപടിയിലേക്ക് ഒക്കെ കടന്നിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ് അരുൺ പാറയ്ക്കൽ? റിജിത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാവാലി പുഴയുടെ മറുകരയിലാണ്. അങ്കോള താലൂക്കിലെ ഒളവറൈ എന്ന ചെറിയ ഗ്രാമപ്രദേശമാണ് ഈ പ്രദേശം. ഈ ശിരൂർ മണ്ണിടിച്ചിലിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ്. മനുഷ്യജീവൻ അപഹരിച്ചു, മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റി. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ. ഒരു കാർഷിക ഗ്രാമമാണ്. കൃഷിയെ ആശ്രയിച്ചുകൊണ്ട്, ഈ വളർത്തുമൃഗങ്ങളെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ചെറിയ വീടുകളുള്ള പ്രദേശമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടമുണ്ടായി. റിജിത്ത്, ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ആ ഭാഗത്ത് തെരച്ചിൽ, അതായത് ഈ നദിയിലെയും അതുപോലെ തന്നെ കരഭാഗത്തെയും തെരച്ചിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. കരയിൽ നിന്ന് തെരച്ചിൽ അവസാനിപ്പിച്ച സൈന്യം മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒപ്പം നദിയിലെ തെരച്ചിലും നാവികസേനയും ആർമിയും ഇന്ന്
രജിത്ത്, തൊട്ടപ്പുറത്തെ വീട്, ആ വീടിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ നദിയുടെ ഒരു സംഹാര താണ്ഡവത്തിൽ തകർന്ന വീട് വീണ്ടും തകർന്നടിയുന്ന ഒരു കാഴ്ച, വീണ്ടും മുകൾ നിലയിൽ നിന്ന് ആ വീട് തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. അത്രത്തോളം ഭയാനകമായ സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൈന്യമൊക്കെ ഈ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. ഒപ്പം നദിയിലെ തെരച്ചിലും ഇന്ന് പൂർണ്ണമായും അവസാനിച്ചു. ഇനി നാളെ കൂടുതൽ ആധുനിക യന്ത്രങ്ങൾ എത്തിക്കുമെന്നാണ് MLA ഉൾപ്പെടെയുള്ളവർ നേരത്തെ സൂചിപ്പിച്ചത്. എന്തായാലും ഈ ഭാഗത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒളവറയിലെ ഒരു നാശനഷ്ടങ്ങൾ അത് വളരെ വേദനിപ്പിക്കുന്നതാണ്, ഭയാനകമാണ്. പല ആളുകളും ഇങ്ങോട്ട് പോകണമെന്നറിയാതെ, ഒരു താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാതെ, ഭക്ഷണ സാധനങ്ങളില്ലാതെ അങ്ങനെ കഴിയുന്ന ഒരവസ്ഥ, സൈന്യം മടങ്ങുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് രാവിലെ ഒരു മൃതദേഹം ലഭിച്ചിരുന്നു. ഈ ഒളവറയിലെ വീട്ടിൽ നിന്ന് കാണാതായ, വീട്ടിൽ നിന്ന് ഈ നദിയുടെ ഒഴുക്കിൽ ഒലിച്ചുപോയ സണ്ണി ഗൌഡ എന്ന 62-കാരി വയോധിക, അവരെ ഇന്ന് 10 മീറ്ററോളം അകലെയുള്ള ഒരു പ്രദേശത്ത് നിന്നാണ്, ഈ പുഴയിൽ നിന്നാണ് അവരെ കണ്ടെത്തിയത്. തുടർന്ന് ഉച്ചയോടുകൂടി അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായി മൃതദേഹം അവരുടെ തകർന്ന വീട്ടിലെത്തിച്ച് അവിടെ പൊതുദർശനത്തിന് വെച്ചു. ഈ നാട്ടിലെ, അതായത് ഈ ഗ്രാമത്തിലെ കുറച്ചാളുകൾ, വളരെ കുറച്ചാളുകൾ മാത്രമാണ്, 10-30 വീടുകളെ ഗ്രാമത്തിലുള്ളൂ. ആ ആളുകളൊക്കെ വന്ന് അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതിനുശേഷം അവരുടെ മൃതദേഹം ഈ സമീപ പ്രദേശത്ത് തന്നെയുള്ള ശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. എന്തായാലും വളരെയേറെ ദുഃഖപൂർണമായ ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്ത് ഉള്ളത്, ഒളവറയിൽ ഉള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. യാതൊന്നും ഇവിടെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. 10ഓളം വീടുകൾ പൂർണ്ണമായും ഈ നദിയുടെ ഒഴുക്കിൽ അത് ഒലിച്ചുപോയി. മാത്രമല്ല 30ഓളം വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടമുണ്ടായി. മറ്റൊരു കാര്യം, ഈ പ്രളയ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മരങ്ങളൊക്കെ കടപുഴകി വീഴുന്നത്. പക്ഷെ ഇവിടെയൊക്കെ തെങ്ങ് പകുതിയിൽ നിന്ന് മുറിച്ചു മാറ്റിയ പോലെ മുറിഞ്ഞു തെറിച്ച നിലയിലൊക്കെയാണ് ഈ പ്രദേശത്തെ തെങ്ങുകളൊക്കെ കിടക്കുന്നത്. അത്രത്തോളം വ്യാപ്തിയിൽ, അത്രത്തോളം സമ്മർദ്ദത്തിൽ ഈ വെള്ളം ഇങ്ങനെ പുറത്തേക്ക്, അതായത് ഈ കരഭാഗത്തേക്ക് പ്രവഹിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ റോഡ് പൂർണ്ണമായും ക്ലിയർ ചെയ്തിട്ടുണ്ട് റീജിത്ത്. ഇപ്പോൾ ചെറിയ വാഹനങ്ങളൊക്കെ ആ റോഡ് വഴി നമുക്ക് കടന്നു പോകുന്നത്, ഈ NDRFന്റെ വാഹനങ്ങളൊക്കെ ഈ റോഡ് വഴി കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഡിവൈഡർ ഒക്കെ സ്ഥാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി നദി കേന്ദ്രീകരിച്ച് മാത്രമാണ് കൂടുതൽ തെരച്ചിൽ നടത്തുന്നത് എന്നുള്ളതുകൊണ്ടാകാം. ശരി, അരുൺ പാറയ്ക്കലാണ് ദൃശ്യങ്ങൾ, വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. വേദനാജനകമായ ദൃശ്യമാണത്. ഒരു അപകടം നടന്ന ആ പുഴയുടെ മറുകരയിൽ അത് ഇത്രത്തോളം വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ അപകടത്തിന്റെ വ്യാപ്തി എന്താണ് എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ അപകടമുണ്ടായതിന് പിന്നാലെ മറുകരയിലേക്ക് അവിടെയുള്ള വീടുകൾ, അവിടെയുള്ള മരങ്ങൾ, അങ്ങനെ ഇതൊക്കെ പൂർണ്ണമായി നശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഒരു വീട് നിൽക്കുന്ന ഇടം, അതിൻ്റെ തറ മാത്രമായി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു മിനി സുനാമി കണക്കെ വെള്ളം അടിച്ചെത്തുകയായിരുന്നു. ആ വീടുകൾ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. പ്രേക്ഷകർക്ക് അത് ദൃശ്യങ്ങളിൽ കാണാം. എങ്ങോട്ട് പോകണമെന്നറിയാതെ ആ വീടുണ്ടായിരുന്ന ഇടത്ത് കാത്തു നിൽക്കുന്ന കുടുംബങ്ങളെ നമുക്ക് കാണാം. അതിനിടയിലും വളരെ വേദനാജനകമായ ഒരു വിവരം ഇന്ന് പുറത്തു വന്നത്, അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ മൃതദേഹം ഇന്ന് കിട്ടിയെന്നുള്ളതാണ്. അത് 12 കിലോമീറ്ററോളം അകലെ നിന്നാണ് ആ മൃതദേഹം കണ്ടെത്തിയത്. വീട് എന്ന് പറയാൻ കഴിയില്ല, പൊളിഞ്ഞു കിടക്കുന്ന ആ അവസ്ഥയിലേക്ക് അവരുടെ മൃതദേഹം എത്തിക്കുന്നതും അവിടെ പൊതുദർശനം നടക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത്രത്തോളം വേദനാജനകമായ കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. വലിയ അപകടം, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്ര വലിയ അപകടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 8ാം ദിനത്തിലും പ്രതീക്ഷ നൽകുന്ന യാതൊരു വിവരവും ശിരൂരിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. പുഴയിലേക്കാണ് ഇപ്പോൾ തെരച്ചിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പുഴയിലും പക്ഷേ ഒരുപാട് വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ അരുൺ പൂപ്പറമ്പയും ഹാഷ്മി താജ് ഇബ്രാഹിമും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ആ പുഴയ്ക്കകത്ത് വലിയ രീതിയിലുള്ള മൺകൂനകൾ രൂപപ്പെട്ടിരിക്കുന്നു. പുഴയിൽ ദൃശ്യങ്ങൾ ലഭ്യമാകാത്ത വിധത്തിൽ, കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ വലിയ രീതിയിൽ ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്നു, മൺതിട്ടകൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു. അതിനിടയിൽ എവിടെയെങ്കിലും ഈ ലോറിയുണ്ടോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിനുവേണ്ടി അത്യാധുനികമായ സാങ്കേതിക സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. അത് നാളെ അവിടേക്ക് പുതിയൊരു യന്ത്രം കൂടി എത്താൻ പോകുന്നു എന്നുള്ളതിനെ പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. ഇന്നത്തെ തെരച്ചിൽ എന്തായാലും അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ വെളിച്ചം വീഴുന്നത് മുതൽ തെരച്ചിൽ പുനരാരംഭിക്കാനാണ് ദൗത്യസംഘത്തിൻ്റെ തീരുമാനം. നിലവിൽ ഇപ്പോൾ അവിടെ നിന്ന് സൈന്യം മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്.